എന്നെ സൂചിപ്പിക്കൊന്നും വേണ്ട. അല്ല, സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടിരിക്കുകയല്ലോ ഓരോ സമയത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സാധനം തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ഭരിക്കാൻ പറ്റാതാവാനുള്ള കാരണം ഈ CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. പക്ഷെ അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അങ്ങയുടെ അത്തരത്തിലുള്ള ഒരു അല്ല, ഈ തെരഞ്ഞെടുപ്പില് പലയിടത്തും അതിനുള്ള കളികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ് ഹരിപ്പാട്. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ചെന്നിത്തല പഞ്ചായത്തിലും ഹരിപ്പാട് മണ്ഡലത്തിലും LDF UDF സഖ്യത്തിൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നു. ചെങ്ങന്നൂർ, മാവേലിക്കര, നമ്മുടെ സജി ചെറിയാന്റെ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകൾ LDF-ഉം UDF-ഉം ചേർന്നാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇത് BJP വളർന്നു വരുമ്പോൾ പലയിടത്തും അവർ അതിനുള്ള പരസ്യമായി ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ആ ആരോപണം ഞങ്ങൾ ശക്തമായിട്ട് എപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി അതിനെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും UDF ആരോപിക്കുന്നത് പലയിടങ്ങളിലും പല ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ LDF-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാരയെ കുറിച്ച് പറയുന്നു. അല്ല, അത് കുറെ കാലം ഇവർ പറഞ്ഞു കോലിബിയാണ്. ഞങ്ങളതൊന്നും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വളർന്നു വരികയാണ്. ഇപ്പൊ അവർ പറയുന്നത് അന്തർധാരയാണ്. ഒരു അന്തർധാരയല്ല, നേർക്കുനേർ ഏറ്റുമുട്ടലേ ഉള്ളൂ. ഞങ്ങൾക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ നേരെ പോ ഏറ്റുമുട്ടി ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. ഇതുമായി ബന്ധപ്പെട്ടല്ല, ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. രാജ്യസുരക്ഷ തന്നെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല BJP പൊതുവെ രാജ്യസുരക്ഷയെ കുറിച്ച് എപ്പോഴും പറയുന്നതുമാണ്. അപ്പൊ ഇത് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ എന്താ? അല്ല, അത് പഹൽഗാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീണ്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ രാജ്യത്ത് ചിന്തിയ ഓരോ തുള്ളി ചോരയ്ക്കും പാകിസ്ഥാനാണെങ്കിൽ അവർക്ക് അവരുടെ മണ്ണിൽ തന്നെ മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ.